നമ്മളിന്നിവിടെ ഒരു കാബീരി ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അതിലേക്ക് മുസമ്പിൻ്റെ തൊലി, പട്ട, ഏലക്കായ, പൂവ്, ഗ്രാമ്പൂവ് ഇട്ടിട്ട് ഉപ്പും ചേർത്തിട്ട്, ബസുമതി അരിയാണ് കേട്ടോ, അത് നല്ലോണം വെന്തതിന് ശേഷം മാറ്റി വെക്കുക. പിന്നൊരു തവ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ വലിയ ഉള്ളി പൊരിച്ച് മാറ്റി വെക്കണം കേട്ടോ. പൊരിച്ചിട്ട് അതങ്ങനെ മാറ്റി വെച്ചു. അതുപോലെ അതിലേക്ക് തന്നെ ആ ഓയിലിൽ തന്നെ നമ്മൾ ക്യാരറ്റ് ഇട്ടിട്ട് അതും നന്നാക്കി പൊരിഞ്ഞതിന് ശേഷം മാറ്റി വെക്കുക. അതുപോലെ തന്നെ കറിവേപ്പില അതുപോലെ തന്നെ പൊരിഞ്ഞതിന് ശേഷം മാറ്റി വെക്കുക. പിന്നെ നമ്മൾ അത് മാറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ വെല്ലുള്ളി മസാലയ്ക്കുള്ളതാണ്. പിന്നെ നമ്മളൊരു ജാറെടുത്തിട്ട് ഉപ്പിട്ടിട്ട് ജാറെടുത്തിട്ട് അതിലേക്ക് ഏലക്കായ്, കറാമ്പൂവ്, പട്ട, മല്ലി, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, 4 വെളുത്തുള്ളിൻ്റെ അല്ലി അതും ഇട്ടിട്ട് നമ്മളൊരു മസാല തയ്യാറാക്കി വെക്കുക. പിന്നെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ തക്കാളി ചെറുതായി അരിഞ്ഞത് വെക്കുക. പിന്നെ കുറച്ച് ഇഞ്ചി പച്ചമുളകൊക്കെ ചതഞ്ഞതാണ് കേട്ടോ, അതും കൂടി ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ കുറച്ച് തക്കാളി ജ്യൂസാക്കി, അതായത് മിക്സിയിലിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി അതിലേക്ക് മാറ്റി കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ ബിരിയാണി മസാല കേട്ടോ. പിന്നെ ആ മസാല നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച മസാലയും കൂടി അതിൽ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർക്കണം. എന്നിട്ട് നന്നാക്കി നല്ലോണം ഇളക്കി വയ്ക്കുക. പിന്നെ കുരുമുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്തു. പിന്നെ ചിക്കൻ ഫ്രൈ മസാലൻ്റെ പൊടിയാട്ടോ ഞാൻ ചേർക്കുന്നത്. നമ്മളാദ്യം തേച്ച് വെച്ച മസാല അടിച്ച് വെച്ച ചിക്കനാണ്. ചിക്കൻ അതിലിട്ട് നല്ലോണം എല്ലാ ഭാഗത്തും മസാല ആകുന്ന രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളത് ചെറു തീയിലിങ്ങനെ വെക്കുക. അപ്പോൾ നമ്മൾ പൊരിച്ച് വെച്ച കുറച്ച് ഉള്ളിയും ചപ്പ്, പുതിന, കറിവേപ്പില അതും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുത്തു. നല്ലോണം. പിന്നെ നമ്മളൊരു മുസമ്പിയാണ് ഇനി എടുക്കണം. മുസമ്പി എടുത്തിട്ട് അത് 2 എണ്ണം എടുത്തിട്ട് ഒന്ന് നമ്മൾ രണ്ടും പീഞ്ഞിട്ട് പകുതിയാക്കുക. പകുതിച്ചെടുക്കിയിട്ട് നല്ലോണം പീഞ്ഞിട്ട് അതിൻ്റെ നീരാണ് കേട്ടോ എടുക്കേണ്ടത്. നീര് നല്ലോണം കുരുവില്ലാതെ ആ നീര് മാത്രം എടുത്തതിന് ശേഷം അത് ഈ ചിക്കനിലേക്ക് പകുതി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു മുസമ്പിൻ്റെ നീരാണ് കേട്ടോ, അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഒരു മാഗി ട്യൂബാണ്, അതും അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തു. ഒരു ടേസ്റ്റ് വരാനൊക്കെ നല്ലതാണ്. പിന്നെ കുറച്ച് നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടോ. ഇനി അതിൽ അണ്ടി മുന്തിരിയും ചേർത്തില്ല, പക്ഷേ അണ്ടി മുന്തിരി വേറെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, അതും കൂടി അതിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ അങ്ങനെ ചോറ് നമ്മൾ ഊറ്റി വെച്ച ചോറ് നമ്മളതിൻ്റെ മുകളിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്ത് കൊടുത്ത് കുറച്ച് നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിടുന്ന പോലെ തന്നെയാണ്. അതിൻ്റെ മുകളിൽ നമുക്ക് ഗരം മസാല കുറച്ച് ചേർത്ത് കൊടുക്കുക. ബിരിയാണി മസാല ചേർത്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ പൊരിച്ച് മാറ്റി വെച്ച ക്യാരറ്റും കറിവേപ്പിലയും ഉള്ളിയും കൂടി മിക്സാക്കുക. നല്ലോണം മിക്സാക്കിയതിന് ശേഷം അതും അതിൻ്റെ മുകളിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
ലെയറായിട്ട് കൊടുത്താൽ ഏറ്റവും നല്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഓയിൽ നമ്മൾ പൊരിച്ച് മാറ്റി വെച്ച ഓയിലുണ്ട്, അത് കുറച്ച് സൺഫ്ലവർ ഓയിലാണ്, അതും ചുടുന്നത്. ഇനി അതിൻ്റെ മുകളിലും ഫില്ല് ചെയ്താണ്. പിന്നെ നമ്മൾ ഓറഞ്ചിൻ്റെ നീരാണ്, മുസമ്പി നീര് നമ്മളതിൽ ഒഴിച്ച് കൊടുത്തു. പിന്നെ ബാക്കിയുള്ള ഓയിലും കൂടി ഏറ്റവും ടോപ്പിൽ ഫില്ല് ചെയ്തു. പിന്നെ രണ്ട് ഭാഗം ഇങ്ങനെ ഇത്തിരി മാറ്റിയിട്ട് അവിടെ നമ്മൾ രണ്ട് കളറ് ചേർക്കുകയാണ്. ചുവന്ന കളറും പിന്നെ ഒരു പിസ്തേൻ്റെ കളറും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കാബീരി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടോ. ഇതിൽ ഭയങ്കര സ്മെല്ലൊക്കെ വരുന്നതിന്, ഒരു പ്രത്യേക മസാലയൊക്കെ ആയതുകൊണ്ട് നല്ല സ്മെല്ലുണ്ട്. ബാക്കിയുള്ള പൊരിച്ച് വെച്ചതെല്ലാം നമുക്ക് മുകളിൽ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ കാബീരി ബിരിയാണി റെഡിയാണ്. ഓക്കേ.